എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എനിക്ക്? നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ എവിടത്തേക്ക് വന്നു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടാറ്റേന്റെ ഷോറൂമിലേക്ക്. നല്ല രസമുള്ള കറിയാണ്. ഗൈസ്, ഇന്നൊരാളെ മുഖം നോക്കിയേ, വലിയ തെളിവില്ല കേട്ടാ. അതിന് 2 കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് കാരണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ സാരി ഉടുത്തിട്ട് ഓപ്പൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓപ്പൊ ഞാൻ ഈ സാരി ഉടുത്ത്, ഒന്നാമതേ ഞാൻ തിരക്ക് പിടിച്ചാണ് ഈ സാരി ഉടുത്തത്. അപ്പൊ ഞാൻ സാരി ഉടുത്തിട്ട് ഓപ്പനോട് ഞാൻ പറഞ്ഞു എന്തുണ്ട് എന്ന് വെച്ചപ്പോ പറഞ്ഞു വലിയ രസമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഓപ്പക്ക് ഇങ്ങനത്തെ സാരി ഒന്നും ഇഷ്ടമല്ല. ഇതെല്ലാം ഇങ്ങനത്തെ സാരി അല്ല ഓപ്പക്ക് ഇഷ്ടം. ഓപ്പക്ക് മറ്റേ നല്ല ഹെവി വർക്കെല്ലാം വെച്ചിട്ട് പ്ലെയിൻ സാരി ഇല്ലേ, മോഡൽ സാരികള്, അങ്ങനത്തെ സാരികളാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടാ. എനിക്ക് നല്ല ഇങ്ങനത്തെ സാരികളില്ലേ, പട്ടുസാരികൾ പോലത്തെ നല്ല തളർന്ന ഒരു ശരിക്കും പറഞ്ഞാൽ തമിഴ് ടച്ച് തോന്നിക്കുന്ന സാരികള്, അങ്ങനത്തെ സാരികളാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഓപ്പ എന്നോട് പറഞ്ഞ് നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിന് പോവേന്ന് കേട്ടാ. നമ്മൾ ഇന്ന് പോകുന്ന ഈ പ്രോഗ്രാമിന് തരാം. നിക്ക് ഈ സാരി ഒട്ടും ചേരുന്നില്ല, അവിടെ ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ടാവൂലേ, നിനക്ക് വേറെ ഏതെങ്കിലും നല്ല സാരി ഉടുത്തൂടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇന്ന് ഈ സാരി കൊടുക്കുന്നുള്ളൂ. ഒന്നാമത് എനിക്ക് മാറ്റാൻ വേറെ ടൈമും ഇല്ല, ഞാൻ ഈ സാരി കൊടുക്കുന്നുള്ളൂ. ഈ സാരി ഉടുത്തിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പൊ ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ, ഞാൻ ഈ സാരി ഉടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടാ. ഓപ്പന്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക്, അതോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഓപ്പന്റെ റീസൺ എന്താണെന്ന് അറിയാം. തല്ലുപിടിച്ചതിന്റെ രാവിലെ തന്നെ ഞാനില്ലേ അകെല്ലാം തുടക്കാൻ നിന്ന്, വീട് തുടക്കാൻ നിന്ന്, അപ്പോഴില്ലേ അതിലേ കൂടി നടക്കുന്നു. നല്ല കിട്ടിയെന്റെ ഇമേന്ന് നല്ല കാലം പോയിട്ട് ഞാൻ പറഞ്ഞു എപ്പോഴും തുടക്കാൻ നിൽക്കുമ്പോ ഉള്ളതാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം. ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യനെന്നെല്ലാം പറഞ്ഞ് ഞാൻ 2 ഒച്ചപ്പാട് എടുത്തപ്പോഴേക്ക് പിന്നെ ആളെ മുഖം തെളിഞ്ഞില്ല. അതുകൊണ്ടാണോ ഈ സാരി ഉടുത്തിട്ട് ഇഷ്ടപ്പെടാഞ്ഞേന്നോപ്പ പറഞ്ഞേന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീ വേണമെങ്കിൽ കൈമരിയാ കുടിച്ചു, നിന്റെ കൈ ഒടിഞ്ഞോണ്ട. അത് സാരല്ല. പിന്നെ എനിക്കൂടി പറയാൻ അവസരം പറഞ്ഞ കാരണമല്ല, നീ പറഞ്ഞ 2 കാര്യങ്ങള്. അതിലിപ്പോ സാരീന്റെ കാര്യമാണ് നീ ആദ്യമായിട്ട് പറഞ്ഞത്. ഈ സാരീന്റെ കാര്യത്തിലാണെങ്കിലേ എനിക്ക് പൊതുവെ അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുനോക്കും. അപ്പൊ നമ്മള് ഈ സാരി ഉടുത്ത് കഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ ഡ്രസ്സല്ലേ, നമുക്കിപ്പോ ഈ സാരി ഉടുത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും പോവാൻ പ്രശ്നം ഉണ്ടായിട്ടില്ല. സാരി മോശമായിട്ടല്ല, പക്ഷെ ഓരോ നമ്മളിപ്പോ ചിലപ്പോ ഒരു ആശുപത്രി പോകുന്ന ഡ്രസ്സല്ലല്ലോ ഒരു കല്യാണത്തിന് പോകുമ്പോ ഇടുക, അങ്ങനെയൊക്കെ വ്യത്യാസമില്ല. അപ്പൊ അതുപോലെ എനിക്ക് ഈ ഡ്രസ്സ് ഇന്നത്തെ പ്രോഗ്രാം അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ പറ്റിയ ഡ്രസ്സാവുമല്ലോ, ഒരമ്പലത്തിലൊക്കെ പോകുമ്പോ ഇടാനൊക്കെ പറ്റും, അത്യാവശ്യം അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ എനിക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് പോകുമ്പോ ഈ സാരി അങ്ങനെ അങ്ങോട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു നീ ഇതാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോ ഇവൾക്കാണെങ്കിൽ ഇനിയിപ്പോ എനിക്ക് ഇത് കൊടുക്കാനേ പറ്റുള്ളൂ, ഞാൻ വേറെ അങ്ങനെ കാണാൻ. ഞാൻ ആ സമയം ലേറ്റ് ആക്കി. ഇന്ന് രാവിലെ നമുക്ക് 9:30 ഇറങ്ങണം ഞാൻ പറഞ്ഞു വീട്ടിൽ. എന്നാ ഇന്ന് തുടക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? രാവിലെ അതിന് കണക്കായിട്ട് വരെ നമുക്ക് തുടക്കണം, വൃത്തിയാക്കണം. എന്നാ നമുക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് തുടക്കുകയോ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കണം. രാവിലെ തന്നെ സമയമില്ലാത്തോട് തുടക്കാൻ നിന്നിട്ട് എന്താ വേണ്ടേ? എന്നിട്ട് ഞാൻ രാവിലെ ഉറക്കണീട്ട് ഞാൻ ജസ്റ്റ് പുറത്തോട്ട് സ്റ്റെപ്പ് മേന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ കോള് പോലും പിടിച്ചു നിന്നിട്ട് അംഗം പെട്ടിയാണ്. നല്ലോണം ഇളക്കി കൊടുത്തു. എന്റെ നല്ലോണം കിട്ടീന്, നല്ലോണം കിട്ടീന്, പിന്നെ നല്ലോണം കിട്ടി ഗൈസ്, നല്ലോണം കിട്ടി. അപ്പൊ നമ്മളെ കൂടി ഇന്ന് എപ്പോഴത്തെയും പോലെ അജയ് കുട്ടൻ ഉണ്ട് കേട്ടാ. അജയ് കുട്ട ഹായ്. അപ്പൊ അതൊക്കെയാണ് കാരണം, വേറെ ഒന്നല്ല. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കില് പറഞ്ഞോ, ക്യാമറ ഇനി മുമ്പിലോട്ട് പിടിക്കും ഞാൻ. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് സാരി അത്ര തൃപ്തിയായിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും അല്ല, സാരി ഇനിയിപ്പോ ഫുള്ളായിട്ട് നിങ്ങക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോ സാരി ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ പറ കേട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സാരി. ഞാൻ ഇങ്ങനത്തെ സാരി ഇനി ഒരെണ്ണം കൂടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക വീട്ടിലന്നെ എന്തേ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തളിപ്പറമ്പിലാണ് കേട്ടാ. തളിപ്പറമ്പിലെത്തി. തളിപ്പറമ്പിൽ ലൂർദ് ഹോസ്പിറ്റലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാ ശരിക്കും പറഞ്ഞാ തളിപ്പറമ്പ് പോയിട്ട് എനിക്ക് നല്ലൊരു ആത്മബന്ധമുണ്ട്. എന്റെ അച്ഛന്റെ നാടാണ് തളിപ്പറമ്പ്. എന്റെ അച്ഛൻ പഠിച്ചതും വളർന്നതും എല്ലാം തളിപ്പറമ്പിലാണ്. അപ്പൊ
തളിപ്പറമ്പുകാരി ആകേണ്ടവളായിരുന്നു ഞാൻ. പട്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അച്ഛന്റെ നാട്. മറ്റേ ഗൂഗിൾ മാപ്പ് വെറുതെ മനുഷ്യന്മാരിട്ട് ഓടിക്കലാണ് ഇപ്പൊ. ഇതാണ് കേട്ടോ ഓപ്പേന്റെ ലുക്ക്. അതന്നെ ആ പെണ്ണ്. ഹായ്. താങ്ക് യു. ഞങ്ങള് വന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ അല്ലേ? നമ്മുടെ ഇനാര ഫാഷൻസിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. തളിപ്പറമ്പ് ചിറവക്കിലാണ്. ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാനിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവിടേക്ക് തളിപ്പറമ്പുള്ളവർക്കായാലും അതല്ലാതെ കൂടാതെ ഒരു ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കുക. അത് ഇവര് 3 ആളാണ്. ഇവിടെ ഒരാൾ, ഇവര് 3 കസിൻസ് അല്ലേ, അവരാണ് ഇതിന്റെ മുന്നണിയിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ഇതിൽ വരാൻ പറ്റിയതൊക്കെ സന്തോഷം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മാച്ചാണോ നോക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ നിക്ക്? ഡ്രസ്സസ് ഒക്കെ ഒരുപാടുണ്ട്. അതെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ? ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റി. അവരുടെ വീഡിയോസൊക്കെ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതുപോലെ എല്ലാവരും കാണാൻ വേണ്ടി പറ്റട്ടെ. സ്നേഹത്തിനും തളിപ്പറമ്പുള്ളവരും കണ്ണൂരിലുള്ളവരൊക്കെ വരിക. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺലൈൻ വഴി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങാം. നമ്പറൊക്കെ കൊടുക്കാം. നിങ്ങളൊക്കെ സെറ്റായി നമ്മൾ പുറത്തായി അല്ലേ? നടക്കട്ടെ. അതെ, ഇവര് 3 ആളാണ്, കസിൻസ് ആണല്ലേ? എല്ലാവരുടെ പേരെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് ഇനാര. ഈ ഇനാരയിലേക്ക് എങ്ങനെ എത്തിയത്? പേരിലേക്ക്? അതെ, കൊള്ളാം. വേണ്ടായിരുന്നു.
നമുക്കൊന്ന് പോവാൻ മറക്കണ്ട. നേരെ ഫാഷൻ പോയിട്ട് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് അത് എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു നോക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ നല്ല ആകാംക്ഷ ഉണ്ടാവും. സാരി, ഞാൻ പറയുന്നത് ചുരിദാർ. മിക്കതും ചിലപ്പം ട്രഡീഷണൽ മറ്റേ കേരള സാരി. ഈ വീഡിയോ ഇവര് കാണുമ്പോ വീട്ടിലെത്തനൊക്കെ എനിക്ക് ഗിഫ്റ്റ് പൊട്ടിച്ചു. ഈ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ പൊട്ടിച്ചു അല്ല, പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മളത് ഇപ്പൊ ആവുമ്പോ ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്ന് പറയുന്നൊക്കെ ഇല്ലേ, ഇതാവുമ്പോ ഇപ്പൊ ചൂടിലങ്ങ് പൊട്ടിക്കാം. നമുക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞതിന്റെ ചൂടിലങ്ങ് പൊട്ടിക്കാം. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ചിലപ്പം പോയ പാടന്നെ ഒന്നും പൊട്ടിക്കാൻ കഴിഞ്ഞു വരില്ല. ഇവിടെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്നല്ലേ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് എന്തായി ഗൈസ്, നല്ല അടിപൊളി സാരിയാണ് കേട്ടാ. നല്ല ഭംഗിയുള്ള സാരി, അടിപൊളിയാട്ടോ സാരി. താങ്ക് യു ഇനാര ഫാഷൻസ്. ഓപ്പക്ക് ഇങ്ങനത്തെ കളറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു അടിപൊളി സാരിയാണ് ഗിഫ്റ്റ്. കണ്ടില്ലേ? അതെ, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ എന്തോടെ നോക്കിയിരിക്കണെന്ന് അറിയാമോ? ഇപ്പൊ വരും, കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞില്ലേ. എന്റെ മുടിന്റെ മുമ്പത്തെ അവസ്ഥയാണ് ഇങ്ങനെ. മുടി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മള് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് യൂട്യൂബില് ആ ഒരു തമ്പനയിൽ എനിക്ക് വിഷമിച്ചിരിക്കുന്ന തമ്പനയിലിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പേടിച്ചു പോയി, ഞങ്ങളുടെ തമ്പനായിട്ട് ശരിയായില്ല എന്നൊക്കെ ഞാൻ മാറ്റി. അന്ന് ഇവിടെ വന്നിട്ട് മുടിയൊക്കെ എടുത്ത് നമ്മൾ ബാക്കെല്ലാം എടുത്ത് സംഭവം ഇത്രയും ഭാഗമാണ്, ഈ കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ ഹെയർ വെച്ചത്. ഇപ്പൊ ഈ കാണുന്ന ഹെയർ അത് വെച്ചതാണ്. അല്ലെങ്കിൽ ശരിക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പൊ, ഇങ്ങനെ മാത്രമായിട്ട്. അപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ ഇവിടെ വന്നോണ്ട് ജസ്റ്റ് പറയുന്നതാണ്. ഈ ഹെയർ ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫാമിലിന്റെ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ആണുങ്ങൾക്ക് കഷ്ണം പോലെയൊക്കെ ആയിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലാത്തവർ അത് ചെയ്യണ്ട. പക്ഷെ അതിങ്ങനെ ചെറിയ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് ഒരു കോൺഫിഡൻസാണ്. എനിക്കിപ്പോൾ ഒരുപാട് ഹെയർ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്ക് ഓക്കെ നമുക്കതിങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ പറയാല്ല, നല്ല ക്ലിനിക്ക് നോക്കി തിരഞ്ഞെടുക്കണം. നമ്മുടെ തളിപ്പറമ്പിൽ, കണ്ണൂരിൽ തളിപ്പറമ്പിൽ നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഇവിടെ നിങ്ങൾ ശരിക്കും കണ്ണൂർ വന്ന് ചെയ്യണമെങ്കിൽ തളിപ്പറമ്പിൽ നല്ല അടിപൊളിയാണ്. ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല. തളിപ്പറമ്പിൽ ഒന്ന് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഗ്ലമാറ്റ എന്നാണ് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണമെങ്കിലൊക്കെ വന്ന് ചെയ്യാം. എവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളി. അതെ, പിന്നെ പെണ്ണുങ്ങൾക്ക് ഈ GFC എടുക്കുന്നതും നല്ല അടിപൊളിയാണ്. നികിട ഹെയറിന്റെ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ GFC ഒരു 4 വർഷം എടുക്കുന്നുള്ളത്. അപ്പൊ നിങ്ങക്ക് ഞാൻ എന്തായാലും നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന ക്ലിനിക്ക് ഗ്ലമാറ്റ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകും. ഓപ്പന്റെ GFC സ്റ്റാർട്ട് ചെയ്ത് കേട്ടാ. എന്തുണ്ടോ ഇപ്പൊ പെയിൻ ഉണ്ടാ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ളൊരു പെയിൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണല്ലേ. അപ്പൊ എന്തായാലും ഓപ്പ GFC ചെയ്യും. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓപ്പയും ഡോക്ടറും പറഞ്ഞിട്ടിട്ടതാണോ? അതല്ലേ. അല്ല അങ്ങനെ വല്ല നിർബന്ധം ഉണ്ടോ ഇവിടെ വരുമ്പോ? ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ഓപ്പ ചെയ്യട്ടെ, ഞാൻ പുറത്തിരിക്കട്ടാ. കഴിഞ്ഞോ ഓപ്പ? ഇല്ല, ഓപ്പ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ ക്യാമറ പെട്ടെന്ന് ഓണാക്കി. ഉള്ളത് അങ്ങ് പോവാണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും നല്ലതാണ്, സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ലതാണ്. അതെ. അപ്പൊ എന്തായാലും കോണ്ടാക്ട് നമ്പർ കൊടുത്തല്ലോ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. എനിക്ക് വിശക്കുന്നു. വാ, ഞാനൊരു ഇഡലി തിന്നിട്ടാ വന്നത്. വാ, വീട്ടിലേക്ക് പോവാം. അതെ. ഞങ്ങൾ അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി. റോഡ് സൈഡിൽ വെച്ച് ആനന്ദേട്ടനെയും വിപിനെ അന്തമ്മായിനെയും കണ്ടുമുട്ടി അല്ലേ? ഡെയിലി കമ്പിത്തിരിയാ. ഇത് അമ്മൂന് എന്തോ മുടി കളർ ചെയ്യാൻ വേണ്ടിട്ട് എന്തോ. ഇതാണ് ദുഃഖു പറഞ്ഞേ, അച്ഛൻ ഞാനും ചെയ്യുന്നെല്ലാം പറഞ്ഞേ. ദുഃഖൂടി ഉണ്ടായില്ലല്ലോ.
പിള്ളേര് ചോറ് കഴിച്ചാ നിങ്ങള്? നമ്മളെന്നാ ആണോ? ഡാൻസ് ഉണ്ട് പൊളിക്കട്ടാ. നമ്മള് പോയിട്ട് വരാന്നാല്. ഓക്കെ ശരി. എന്നാ ഞങ്ങൾ എത്തിയപ്പോൾ സനിമോൾ വന്നിട്ടുണ്ട്. സനിമോൾ ഇതെന്താണത്? നന്ദൂട്ടന്റെ വേണ്ട എടി നീ നല്ല ചിക്കൻ കറി വേണം വരുന്നുണ്ടല്ലോ. നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരാ വെച്ചേ? ചിക്കൻ കറി വെച്ചിട്ടുണ്ടെടി വെച്ചാൽ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരാ വെച്ചേ? ഞാനാ വെച്ചേ. ഞാൻ നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ വരുമ്പോ സന്ദേശിന്റെ ചിക്കൻ കറി. എന്താണ് എനിക്ക് പിടിക്കാണ്ടൊന്നുമില്ല. പിന്നെ എടി നിനക്ക് നിൽക്കേണ്ട സാരി ഇഷ്ടമായ? ഞാൻ രാവിലെ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെയല്ല, രസമുണ്ട്. സാരി ഉടുത്തിട്ട് രസം ഉണ്ടെങ്കിൽ നമ്മ സാരിയിലെ ഭംഗി നോക്കിട്ട് കാര്യം. സാരി ഒരു ചെറിയൊരു മങ്ങിച്ചിട്ടുണ്ട്, എന്നാലും അതാ ഞാനും പറഞ്ഞു. ഇനാഗ്രേഷന് പോകാനുള്ള ഒരു അതിനുള്ളൊരു ഗെറ്റപ്പ് ഇല്ല. അതാ ഞാൻ പറഞ്ഞു. ഒരു അമ്പലത്തിൽ പോകുന്ന തരത്തിലുള്ള ഗെറ്റപ്പിലാണ് ഈ സാരി. ടീംസ് ഹായ്. എല്ലാരും ഇങ്ങനെ നിരന്നിരിക്കുന്നില്ല. കളിച്ച് തകർക്കണമെന്നുള്ളത് എല്ലാം വെട്ടി വേർത്തിട്ട് നോക്കുക. കരിമാടി കൂട്ടന്മാരായിട്ടുണ്ട്. പുറം കണ്ട് ഇതാ വേർത്തിട്ട്. എന്റെ കറിയാണ്ട് ചിക്കൻ കറി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല രസമുള്ള കറിയാണ്. അല്ലടി നല്ല ചിക്കൻ കറി. അങ്ങനെ അടിപൊളി കറി. സത്യം വേറെന്താ വറവെന്താ? വറവെന്താടി? ചെമ്മീനും വറുത്തത്. ചെമ്മീനില്ല. ക്യാരറ്റും ബീൻസും. ക്യാരറ്റും ബീൻസും ചിക്കൻ കറിയും പപ്പടം. അതെന്താ? അപ്പൊ ഇത് കൂട്ടി നമുക്ക് എന്നാ പിന്നെ ഒരു പിടുത്തം പിടിച്ചാലോ. ബാ ഗൈസ്, ഇത് ഇന്നലെ അമ്മ ഉണ്ടാക്കിയ രസം. ആ രസം കൂട്ടി സൺഡേ ചിക്കൻ കറി എടുക്കാൻ രസം കൂട്ടി കഴിക്കാൻ വേണ്ടല്ലേ. ഞാൻ ഇന്നലെ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റ്. ഞാനത് കഴിക്കാൻ വേണ്ടി നിന്നോട് എടുക്കാൻ വേണ്ടി പറയായിരുന്നു. സ്വപ്നങ്ങൾ സ്വർഗ്ഗം കാണും മണ്ണിൻ മടിയിൽ കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ ഗൈസ്, ചോറ് കഴിക്കാം. നിങ്ങളെല്ലാരും ചോറ് കഴിച്ചോ? നമ്മൾ ചോറ് കഴിക്കട്ടെ. സൗകര്യമില്ല ഈ ഭക്ഷണം കഴിക്കാൻ ഇടക്ക് മോനെ കാണിക്കാൻ പറയരുത്. മോനെ കാണിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താണ്? ചിക്കൻ കറി നല്ല ചിക്കൻ കറി തന്നെ ആദ്യമായിട്ട് കൂട്ടുന്ന പോലെ ഇടുക. പുളിയല്ലേട്ടെ? ചോറ് എന്തോ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മണിയിൽ. ഇത് ചേട്ടി ഡേറ്റ് ചെയ്യും ഞാൻ ഈ പാട്ട് പാടും. മറ്റേ മാമാനത്തെ അമ്പലത്തിൽ പോയിട്ട് ചോറ് കിട്ടി. ദേവിന്റെ ചോറ് സൂപ്പർ ചോറ് നടന്നാണ്. സൺഡേസിന്റെ ചിക്കൻ കറി സൂപ്പർ ചിക്കൻ കറി. ദൈവമേ, ഇവരെന്ത് ഇങ്ങനെ ഊണെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നല്ലേ. ലക്ഷ്മി നാരായണ തുർക്കി. അപ്പോഴേക്കും നോക്കുമ്പോ നല്ല മഴക്കാരും ഇടിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഉത്സവം ആണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്നാണ് 30-31 നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങി. ഈ ചൂട് കാലാവസ്ഥയിൽ എവിടെയോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ്. ചായ കുടിക്കാം ഇനി നമുക്കല്ലേ. ഇപ്പോഴും നല്ല തണുത്ത കാറ്റ്. നല്ല തണുത്ത കാറ്റുണ്ട്. കുപ്പിയേറ് മത്സരമാണ് ഗൈസ്. ഇവള് പഠിച്ചു വെച്ചിട്ടുണ്ടാവട്ടെ ഇപ്പൊ വരുമ്പോഴേക്കും. അത് ഇതെന്താണ്? ഇത് കുത്തും കറയും കോമയൊക്കെ ആയിട്ട് നടക്കണം. മാക്സി മാറ്റമ്മ മാക്സി. എന്നാ പോയിട്ട് വരാം. നമ്മളൊരു സാധനം വാങ്ങിട്ട് വരാം. എടി ഇവള് പഠിക്കാൻ പോന്ന്. എന്ത് സാധനം ഇവള് ഏത് രീതി കണ്ടാ പഠിക്കുന്നവള്. പഠിക്കാൻ നോക്കുന്നവളൂടാ. എടി നീയും പഠിച്ചോടി എന്നാ പിന്നെ.
ഇത് ശരിയല്ല കേട്ടോ. അത് ഇതാണ് പഠിക്കലൊന്നുമില്ല. എടേ കുപ്പട മൂടാളല്ലേ. വാ വാ. ആ ഇത് ബർഗർ സെന്റൊക്കെ സെന്റർ സോഫ്റ്റ് വരുന്നുണ്ട്. ഇവിടെ സോഫ്റ്റിലല്ല. ഇതെന്താ അത് കൊടുക്ക് ചെക്കനെ കൊടുക്ക് ചെക്കനെ കൊടുക്ക് ചെക്കനെ കൊടുക്കളിയാ. ആ ഇരുന്നു കണ്ടാ നോക്ക്. കണ്ടാടി കണ്ടാ പഠിക്ക് നോക്കട്ടെ എന്റെ കണ്ടാ. ഇവനീന്റെ ഉസ്താദാ. വാ 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 പോയിട്ട് ഇന്ദ്രനെ കൂട്ടിയ ബർഗർ മൊത്തം ഇന്ദ്രന്ന്. വാ വാ. ഒരു കാര്യം ചെയ്യാം, സന്തന ഇവിടെ നിർത്തി പോയാൽ ശരിയാവൂല. ഇവിടെ പഠിക്കും വരുമ്പോഴേക്കും കാറെടുത്ത് പോവാ. എന്താണ് കൂട്ടി പോവാ അല്ലേ? എന്തോ അടി മഴ പെയ്യും, വണ്ടി എടുത്ത് പോവാ. ബാളിയാ അതിനെ അളികരോട് നോട്ടറി എന്താണ് കയറ്റിയാ മതി. ഒന്ന് പോയാളിയാ. അവള് പഠിക്കുന്ന ആ കുപ്പി വാങ്ങി വെച്ചടി. ആ കുപ്പി വാങ്ങി നോക്കടി. എന്തുവാടിയാ ഇരുന്നട്ടാടി. ഇത് നിങ്ങൾ പറ. ഞാൻ കടയിൽ പോകുന്ന സമയം കൊണ്ട് ഞങ്ങക്ക് രണ്ടാക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് കളിക്കാന്ന് പറഞ്ഞത്, ചലഞ്ച് വെക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കടയിൽ പോയി വരാൻ വേണ്ടി 1/2 മണിക്കൂർ എടുക്കും. ആ 1/2 മണിക്കൂർ കൊണ്ട് സെൻറ്റേജ് ഇത് പഠിച്ചെടുക്കും. എനിക്കാണെങ്കിൽ ഇത് പാവ അറിയോ ഇല്ല. സന്ത വന്നടി വന്ന് എടി ബർഗറുണ്ട്. പിന്നെ എന്താ കുഴപ്പോ? പഠിച്ചാ ഗൈസ് ഞങ്ങൾ ബർഗറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സണ്ടക്കൊള്ള ബർഗർ ഉരുട്ടി കൊടുക്കാൻ വേണ്ടി പോയാണ് നമ്മള്. ബർഗർ വേണ്ടേ എന്നാ തിന്നും എടുക്കുരങ്ങ വായിങ്ങോട്ട്. ബർഗർ ഒന്നും മേടിക്കാൻ പോയില്ല ഞങ്ങ. ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ച് അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോണ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വണ്ടി കാണാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബർഗർ ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് നമ്മ നേരെ വീട്ടിൽ വരുന്നു. ഇനി നേരെ വണ്ടി എടുത്ത് വണ്ടി നോക്കാൻ വേണ്ടി പോകുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ എവിടത്തേക്ക് വന്നു? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടാറ്റേന്റെ ഷോറൂമിലേക്ക് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടെന്ന് തൊട്ട് അത് നോക്കാൻ വേണ്ടി വന്നതാ, കളറും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വണ്ടിയൊക്കെ നമ്മള് നോക്കി, കളറൊക്കെ സെറ്റായി. ഇനി പക്ഷെ വണ്ടി ഇപ്പൊ നമ്മ കാണിക്കുന്നില്ല അല്ലേ? വണ്ടി നമ്മൾ എന്തായാലും വണ്ടി വരുന്ന സമയത്ത് കാണിക്കാം. നിക്ക് എന്താ വീഡിയോ എടുക്കുന്നേ? അതെ അല്ലേ? വണ്ടി എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ കാണാം, വണ്ടി ഏതാണെന്ന് കാണാം അല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളിവിടെ നോക്കി നിൽക്കെ ഇവരിവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനും അളിയനും മാത്രം കഴിക്കാതെ അളിയ നമ്മ ഡയറ്റ്, ഞങ്ങൾ ഡയറ്റാണെന്ന്. ആ ഇവർക്ക് ഇവിടെ അൽഫാമും മറ്റേ മസാല ഷവായി എല്ലാം അടിക്കണം ഇവര്. ഇഞ്ചിനു എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചോ? എന്താ ചെയ്യാ ഗൈസ് സ്നേഹത്തോടെ? സ്നേഹത്തോടെ വരുമ്പോ കഴിക്കാം. കഴിക്കും ഗൈസ്. അപ്പൊ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങള് എല്ലാരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. രാവിലെ മുതൽക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും 9:45 അതെ രാത്രി. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. നമുക്ക് നാളെ കാണാം അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. ഓക്കെ.